കേരളത്തിൽ നിന്നും ജോലി തേടിപ്പോയ തുമ്മു പല നാടുകളും ചുറ്റി പഞ്ചാബിലെത്തി. അവിടെ ഒരു ആട്ടിടയൻ നൂറുകണക്കിന് ചെമ്മരിയാടുകളെ മേയ്ക്കുന്നത് കണ്ട് തൊമ്മൻ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ആടുകൾ ഉണ്ടെന്ന് കൃത്യമായി പറഞ്ഞാൽ ഒരാടിനെ എനിക്ക് തരാമോ? തീർച്ചയായും, ഇടയൻ പറഞ്ഞു. 810. തൊമ്മൻ പറഞ്ഞു. ശരിയാണ്, ഒരാടിനെ എടുത്തോളൂ. ഇടയൻ പറഞ്ഞത് കേട്ട് തൊമ്മൻ ഒരാടിനെ പിടികൂടി. അപ്പോൾ ഇടയൻ ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരനാണെന്ന് പറഞ്ഞാൽ ആടിനെ തിരിച്ചു തരുമോ? തീർച്ചയായും, തൊമ്മു സമ്മതിച്ചു. ഇടയൻ പറഞ്ഞു, നിങ്ങൾ മലയാളിയാ, ശരിയല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? തൊമ്മു അത്ഭുതത്തോടെ ചോദിച്ചു. അപ്പോൾ ഇടയൻ പറഞ്ഞു, 1. നിങ്ങൾ ആവശ്യമില്ലാതെ എൻ്റെ ജോലിയിൽ ഇടപെട്ടു. രണ്ടാമത്തെ കാര്യം, ആവശ്യമില്ലാതെ ചെയ്ത ജോലിക്ക് എങ്ങുമില്ലാത്ത കൂലിയും ചോദിച്ചു. 3. നിങ്ങൾക്ക് ഈ ചെമ്മരിയാടുകളെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. അപ്പോൾ തൊമ്മു പറഞ്ഞു, നിങ്ങൾ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളും ശരിയാണെന്ന് വേണമെങ്കിൽ സമ്മതിക്കാം. പക്ഷേ ചെമ്മരിയാടുകളെക്കുറിച്ച് അറിയില്ല എന്ന് പറയാൻ കാരണം? അതോ, ചെമ്മരിയാടാണ് എന്ന് കരുതി നിങ്ങൾ പിടികൂടി കയ്യിൽ വച്ചിരിക്കുന്നതേ എൻ്റെ കറുമ്പൻ പട്ടിയാ. ഇടയൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് അക്കാര്യം തൊമ്മു ശ്രദ്ധിച്ചത്. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമന്ത്രാർത്ഥസ്വരൂപാശ്രിതജനദുരിതധ്വാന്തഹന്ത്രീ ശരണ്യാശ്രൗതസ്മാർത്തക്രിയാണാം അവികലഫലദാഭാലനേത്രസ്യ ധാരാ ശ്രീചക്രാന്തർനിഷണ്ണാ ഗുഹവരജനനീ ദുഷ്ടഹന്ത്രീ വരേണ്യാ ശ്രീമത്സിംഹാസനേശീ പ്രതിശതു വിപുലാം കീർത്തിമാനന്ദരൂപാ. ശ്രീമന്ത്രാർത്ഥസ്വരൂപാ. ശ്രീം എന്ന ബീജമന്ത്രത്തിൻ്റെ അർത്ഥത്തിൻ്റെ രൂപമായ ദേവി. ശ്രിത ജനദുരിതധ്വാന്തഹന്ത്രി. തന്നെ ആശ്രയിക്കുന്നവരുടെ ദുഃഖമാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കുന്ന അമ്മേ. ശരണ്യ. ശരണം പ്രാപിക്കാൻ യോഗ്യയായിട്ടുള്ള അമ്മേ. ശ്രൗതസ്മാർത്തക്രിയാണാം അവികലഫലദ. വേദത്തിൽ പറഞ്ഞിട്ടുള്ള പ്രകാരവും, അതായത് വേദവിധി പ്രകാരവും, ശ്രൗതം സ്മൃതിപ്രകാരം, അതായത് സ്മൃതികളിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ, സ്മാർത്ഥം എന്ന് പറയും, ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒട്ടും തന്നെ കുറവില്ലാത്ത ഫലം നൽകുന്ന ദേവി. ഭാലനേത്രസ്യ ധാരാഹ. തൃക്കണ്ണുള്ളവനായ ശ്രീ മഹാദേവന്റെ പത്നി. ശ്രീചക്രാന്തർനിഷണ്ണ. ശ്രീചക്രത്തിൻ്റെ നടുക്കായിട്ട് വസിക്കുന്ന അമ്മേ. ഗുഹവരജനനി. ശ്രേഷ്ഠനായ സുബ്രഹ്മണ്യന്റെ മാതാവ്. ദുഷ്ടഹന്ത്രി വരേണ്യ. ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നവളും എല്ലാവർക്കും വന്ദനീയയുമായ അമ്മ. എല്ലാവരാലും വന്ദിക്കപ്പെടുന്ന അമ്മ. ശ്രീമൽ സിംഹാസനേശി. ഐശ്വര്യം ചൊരിയുന്ന സിംഹാസനത്തിൻ്റെ അധീശ്വരിയായ അമ്മേ. പ്രതിശതു വിപുലാം കീർത്തിം ആനന്ദരൂപ. ആനന്ദസ്വരൂപിണിയായ ദേവി, അമ്മ എനിക്ക് വലിയ കീർത്തി നൽകി. അവിടുന്ന് അനുഗ്രഹിച്ചാലും. ശ്രീം എന്ന മന്ത്രത്തിൻ്റെ സത്തയും തന്നെ വിശ്വസിച്ചു വരുന്നവരുടെ സങ്കടങ്ങളാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുന്നവളുമാണ് അമ്മ. ശിവന്റെ പത്നിയും സുബ്രഹ്മണ്യസ്വാമിയുടെ മാതാവുമായ അമ്മ ശ്രീചക്രത്തിൻ്റെ നടുക്കായി വാഴുന്നു. ശാസ്ത്രവിധി പ്രകാരം നാം ചെയ്യുന്ന പുണ്യപ്രവർത്തികൾക്ക് പൂർണ്ണമായ ഫലം നൽകുന്നവളും ദുഷ്ടതയെ നശിപ്പിക്കുന്നവളുമായ അല്ലയോ ആനന്ദസ്വരൂപിണി അമ്മേ, എനിക്ക് ലോകപ്രശസ്തിയും ഐശ്വര്യവും എല്ലാം നൽകി. അവിടുന്ന് അനുഗ്രഹിച്ചരുളിയാലും. ഓം ശ്രീലളിതാംബികായൈ നമഃ. ഓം. ശബ്ദങ്ങളുടെ ലോകത്ത്
അക്ഷരങ്ങളാണ് അമ്മയുടെ സ്ഥാനത്തുള്ളത്. അതുകൊണ്ട് അക്ഷരങ്ങളുടെ സ്വരൂപത്തിൽ ഉള്ള അമ്മയെ ലളിതാ സഹസ്രനാമത്തിലെ 577 മന്ത്രത്തിലൂടെ വാഗ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മാതൃകാവർണ്ണരൂപിണി എന്നതാണ് ആ മന്ത്രം. ആ മുതൽ ക്ഷ വരെയുള്ള 51 അക്ഷരങ്ങളാണ് മാതൃകാക്ഷരങ്ങൾ. യോഗികൾ ധ്യാനിക്കുന്ന സമയത്ത് അവയിൽ വ്യത്യസ്തമായ നിറങ്ങൾ കാണുന്നു. അവ ഏകദേശം ഇപ്രകാരമാണ് എന്ന് പറയാം. ആ മുതൽ അ വരെയുള്ള സ്വരാക്ഷരങ്ങൾക്ക് പുകയുടെ നിറമാണ്. വിശുദ്ധി എന്ന ചക്രത്തിലാണ് ഈ നിറത്തിൽ 16 അക്ഷരങ്ങൾ കാണപ്പെടുന്നത്. ക മുതൽ ഠ വരെയുള്ള 12 അക്ഷരങ്ങൾ സിന്ദൂരം പോലെ ചുവന്ന നിറത്തിൽ അനാഹത ചക്രത്തിൽ കാണപ്പെടുന്നു. മണിപൂരകം എന്ന ചക്രത്തിൽ ഡ മുതൽ ഫ വരെയുള്ള 10 അക്ഷരങ്ങൾ വെളുത്ത നിറത്തിലാണ് കാണപ്പെടുക. ബ, ഭ, മ, യ, ര, ല എന്നീ 6 അക്ഷരങ്ങൾ സ്വാധിഷ്ഠാന ചക്രത്തിൽ ചുവപ്പ് നിറത്തിൽ കാണുന്നു. മൂലാധാരത്തിലെ വ, ശ, ഷ, സ എന്നിങ്ങനെയുള്ള 4 അക്ഷരങ്ങൾക്ക് സ്വർണത്തിൻ്റെ നിറമാണ് ഉള്ളത്. ആജ്ഞാചക്രത്തിലെ 2 അക്ഷരങ്ങളായ ഹ, ക്ഷ എന്നിവയ്ക്ക് മിന്നലിൻ്റെ നിറവുമാണ് ഉള്ളത്. CV രാമകൃഷ്ണ ശാസ്ത്രികളുടെ തമിഴ് വ്യാഖ്യാനത്തിലാണ് ഇപ്രകാരം കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിൽ നിരവധി പക്ഷഭേദങ്ങളും കാണുന്നുണ്ട്. അകാരാദ്യ സ്വരാധൂമ്ര സിന്ദൂരാഭാസ്തുകാദയ ദാദിഭാന്ത ഗൗരവർണ അരുണ പഞ്ചപാദയ ലകാരാദ്യ കാഞ്ചനാഭ ഹകാരാന്ത്യൗ തടിന്നിഭ. സ്വരാക്ഷരങ്ങൾ പുകയുടെ നിറത്തിലും കാ മുതൽ ഠ വരെയുള്ള അക്ഷരങ്ങൾക്ക് സിന്ദൂരത്തിൻ്റെ നിറവും ഡകാരം മുതൽ ഫകാരം വരെ ഉള്ളവയ്ക്ക് വെളുത്ത നിറവും ബ, ഭ, മ, യ, ര ഈ 5 അക്ഷരങ്ങൾക്ക് ചുവന്ന നിറവും ല മുതൽ സ വരെയുള്ള 5 അക്ഷരങ്ങൾക്ക് സ്വർണത്തിൻ്റെ നിറവും ഹ, ക്ഷ എന്നീ 2 അക്ഷരങ്ങൾക്ക് മിന്നലിൻ്റെ നിറവും ആകുന്നു എന്നാണ് സനൽകുമാര സംഹിതയിൽ കാണുന്നത്. എന്നാൽ ചില തന്ത്രഗ്രന്ഥങ്ങളിൽ 16 സ്വരാക്ഷരങ്ങൾക്ക് സ്ഫടികത്തിൻ്റെ നിറവും കാ മുതൽ മാ വരെയുള്ള 25 അക്ഷരങ്ങൾക്ക് പവിഴത്തിൻ്റെ നിറവും യാ മുതൽ ഹ വരെയുള്ള 9 അക്ഷരങ്ങൾക്ക് മഞ്ഞ നിറവും ക്ഷകാരത്തിന് ചുവപ്പു നിറവുമാണ് എന്നും കാണുന്നുണ്ട്. അതുപോലെ വേറൊരു അഭിപ്രായമുള്ളത് എല്ലാ അക്ഷരങ്ങൾക്കും വെളുത്ത നിറമാണ് എന്നുള്ളതാണ്. പണ്ഡിതന്മാർക്കിടയിൽ അക്ഷരങ്ങളുടെ നിറങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണുന്നു. എങ്കിലും അമ്മ മാതൃകാക്ഷരങ്ങളാകുന്ന രൂപത്തോടും വർണ്ണത്തോടും കൂടിയ ദേവിയാണ് എന്ന് ഈ മന്ത്രത്തിലൂടെ വ്യക്തമാക്കുന്നു. യോഗികളുടെ ധ്യാനത്തിൽ അമ്മ വ്യത്യസ്തമായ നിറങ്ങളിൽ അക്ഷരരൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് അവരുടെ യോഗദൃഷ്ടിയിൽ കാണുന്നത് എന്താണോ അത് അവർ നമുക്കായി നൽകുന്നു. ഇങ്ങനെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഓരോ യോഗീശ്വരന്മാർക്കും അവർക്ക് കിട്ടുന്ന അനുഭവങ്ങളാണല്ലോ അവർ പങ്കുവയ്ക്കുന്നത്. അകാര പ്രഥമോ ദേവി ക്ഷകാരാന്ത്യതഃപരം അക്ഷമാലേതി വിഖ്യാത മാതൃകാവർണ്ണരൂപിണി എന്നിങ്ങനെയാണ് ജ്ഞാനാർണവത്തിൽ പറയുന്നത്. അല്ലയോ അമ്മേ, അമ്മ ആദ്യം ആ എന്ന അക്ഷരത്തിൽ തുടങ്ങി ക്ഷായിൽ അവസാനിക്കുന്നു. അതുകൊണ്ട് അമ്മയെ അക്ഷമാല എന്ന് പറയുന്നു. മാതൃകാവർണ്ണരൂപമായ ദേവി എന്നും മാതൃകാവർണ്ണങ്ങളെ ജനിപ്പിച്ച ദേവി എന്നും
ഈ മന്ത്രത്തിന് അർത്ഥങ്ങളുണ്ട്. ഓം മാതൃകാവർണ്ണരൂപിണ്യൈ നമഃ. ഓം ഓം ഹ്രീം മാതൃകാവർണ്ണരൂപിണ്യൈ നമഃ. മഹാകൈലാസനിലയ. അടുത്ത നാമമന്ത്രമാണ് ഇത്. മഹാകൈലാസത്തിൽ വസിക്കുന്ന ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ശ്രീ മഹാദേവൻ്റെ ആവാസസ്ഥാനമാണ് കൈലാസപർവ്വതം. ഭഗവാന്റെ അർത്ഥാംഗിനിയായി അമ്മ അവിടെ വാണരുളുന്നു. കൈലാസപർവ്വതത്തിൻ്റെ ശ്രേഷ്ഠതയെ വിശേഷിപ്പിക്കുന്നതിനാണ് മഹാ എന്ന് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ശിവപുരാണം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ കൈലാസത്തേക്കാൾ ശ്രേഷ്ഠമായി മഹാകൈലാസം എന്ന ഒരു ലോകമുണ്ട് എന്ന് പറയുന്നു. ആ ലോകത്തിൽ വസിക്കുന്ന അമ്മ എന്നും ഈ മന്ത്രത്തിന് അർത്ഥം വരുന്നു. അതുപോലെ വേറെ ഒരു അർത്ഥമുള്ളത് ആധാരചക്രങ്ങൾക്കെല്ലാം മുകളിലായി സ്ഥിതി ചെയ്യുന്ന സഹസ്രാര പത്മത്തെ മഹാകൈലാസമെന്നും പറയും. അങ്ങനെയുള്ള ആ സഹസ്രാര പത്മത്തിൽ ബിന്ദു രൂപത്തിൽ ഭഗവാൻ ശിവനോടൊപ്പം സ്ഥിതി ചെയ്യുന്ന അമ്മ എന്നും ഈ മന്ത്രത്തിന് അർത്ഥമുണ്ട്. സനന്ദന സംഹിതയിൽ മാതൃകകളെയും ശ്രീചക്രത്തെയും ഒരു രൂപമായി വിവരിക്കുന്നതിന് കൈലാസപ്രസ്ഥാരം എന്ന് പറയുന്നു. ശ്രീചക്രത്തെ ചിതിനിത്യാസ്വരൂപമായി ആരാധിക്കുന്നതിന് മേരുപ്രസ്ഥാരം എന്നും വാഗ്ദേവതാന്യാസത്തോടു കൂടിയ ആരാധനാരീതിക്ക് ഭൂപ്രസ്ഥാരം എന്നും പറയുന്നു. ഭൂപ്രസ്ഥാരം, മേരുപ്രസ്ഥാരം എന്നിവയിൽ ഉള്ള വശിനി തുടങ്ങിയ നിത്യാദേവതകൾക്ക് ശിവനും ദേവിയും ഇരിക്കുന്ന ഈ ഭാഗത്തേക്ക് പ്രവേശനമില്ല. താന്ത്രിക വ്യാഖ്യാനപരമായിട്ടുള്ള വിഭാഗത്തിൻ്റെ ഇത്തരത്തിലുള്ള വിവരണം ഗുരുനാഥൻ്റെ മുഖത്തുനിന്നും അറിയേണ്ടതായതുകൊണ്ട് അധികമൊന്നും വിവരിക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും ഉത്തമമായത് എന്ന അർത്ഥത്തിൽ മഹാകൈലാസം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. കൈലാസപ്രസ്ഥാരം നിലയനമായിട്ടുള്ള ദേവി എന്നാണ് ഇങ്ങനെ വരുമ്പോൾ അർത്ഥം ലഭിക്കുന്നത്. ഓം മഹാകൈലാസനിലയായൈ നമഃ. ഓം ഓം ഹ്രീം മഹാകൈലാസനിലയായൈ നമഃ. മാതൃകാവർണ്ണരൂപിണി, മഹാകൈലാസനിലയ എന്നിങ്ങനെയുള്ള 2 മന്ത്രങ്ങളുടെ അർത്ഥങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഈ 2 മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഭക്തിയോടുകൂടി അമ്മയോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തോടുകൂടി 7 പ്രാവശ്യത്തിൽ കുറയാതെ ജപിക്കുക. അതിനുശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കുക: മലർമങ്കയായ ലക്ഷ്മീദേവിയായും പർവ്വതപുത്രിയായ ഗൗരിയായും ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ വാമഭാഗം അലങ്കരിക്കുന്ന മഹേശ്വരിയായും ശങ്കരിയായും നാരായണിയായും ഭദ്രയായും ഭദ്രകാളിയായും ചണ്ഡികയായും ചാമുണ്ഡിയായും ഭവാനിയായും ഭൈരവിയായും ത്രിപുരസുന്ദരീദേവിയായും ശ്രീ ലളിതാംബികാദേവിയായും ഗായത്രി മാതാവായും ഗംഗാദേവിയായും സ്വാഹാദേവിയായും അങ്ങനെ 1000 തിരുനാമങ്ങളോട് കൂടിയ ദേവിമാർ ഏതൊരു മഹാദേവിയുടെ അംശാവതാരങ്ങളാണോ ആ പരാശക്തിയും പരാത്പരയുമായ എൻ്റെ അമ്മേ, അവിടുന്ന് ഞങ്ങളിൽ കനിയുമാറാകണമേ. ഇങ്ങനെ വീട്ടിലെ ഗൃഹനാഥനോ ഗൃഹനാഥയോ 3 ദിവസം തുടർച്ചയായി മുടങ്ങാതെ പ്രാർത്ഥിച്ചാൽ ആ വീട്ടിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അവ പൂർണ്ണമായും മാറിക്കിട്ടുകയും എന്തെങ്കിലും ആഗ്രഹത്തോടു കൂടിയാണ് പ്രാർത്ഥന എങ്കിൽ അത് തീർച്ചയായും സാധ്യമാക്കി നൽകുകയും ചെയ്യും. ആദിപരാശക്തിയായ മഹാദേവി എല്ലാവർക്കും സർവ്വസൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ, അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.